അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വയനാട് മുണ്ടക്കൈ എന്ന സ്ഥലത്തുണ്ടായ ദുരന്തം നമുക്ക് താങ്ങാനാവുന്നതിൽ അപ്പുറമാണ്. അത്രമേൽ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ദിവസേന നമ്മൾക്ക് ഇന്ന് കാണുവാൻ കഴിയുന്നത്. ഇത്ര വലിയ ദുരന്തം ഉണ്ടായിട്ടും അതിൽ നിന്നും രക്ഷപ്പെട്ട ഏറെക്കുറെ ആളുകൾ ഉണ്ട്. മരണപ്പെട്ടവയേക്കാൾ കൂടുതലും അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. അവർക്കെല്ലാം പറയുവാനുള്ളത് ഒത്തിരി അനുഭവങ്ങളാണ്. അവർ രക്ഷപ്പെടുന്ന സമയത്തുണ്ടായ മഹാ അത്ഭുതങ്ങൾ. അത്തരത്തിൽ ഒരു മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീയുടെ കുറിപ്പാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീ പറയുന്നത് ഇങ്ങനെയാണ്: പുറത്ത് വലിയൊരു ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടിയുണർന്നത്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. പക്ഷേ പുലർച്ചെയുള്ള ബാങ്കിന്റെ സമയം ആയിട്ടില്ലല്ലോ. അതുമാത്രവുമല്ല, കുറെ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത്. ഇടയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട്, ഉരുൾ പൊട്ടിയിട്ടുണ്ട്, എല്ലാവരും സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക. കേട്ട പാതി ഞാൻ എൻ്റെ തൊട്ടിലിൽ കിടന്നിരുന്ന കുഞ്ഞിനെ എടുത്ത് മറ്റുള്ളവരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി. അപ്പോഴേക്കും ഞങ്ങളുടെ മുറ്റത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോഴും പള്ളിയിൽ നിന്നുള്ള കൂട്ടബാങ്കിന്റെ മുഴക്കം നിർത്തിയിട്ടില്ലായിരുന്നു. പുറത്തിറങ്ങിയ ഞാൻ ചുറ്റുമൊന്ന് നോക്കി. എല്ലായിടത്തും കൂരിരുട്ടാണ്. ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഈ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ? വീണ്ടും പള്ളിയിൽ നിന്നൊരു അറിയിപ്പ്: ആരും പുറത്തു നിൽക്കരുത്, പള്ളിയിലേക്ക് കയറി വന്നോളൂ എന്ന്. പുരുഷന്മാർ മാത്രം പോകുന്ന ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായി എനിക്ക് കയറി ചെല്ലാൻ കഴിയുമോ? അങ്ങനെ ചിന്തിച്ച് പേടിച്ചു വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ആ ഭാഗത്തു നിന്നും ഒരു ടോർച്ചിന്റെ വെട്ടവുമായി ഞങ്ങളുടെ അരികിലേക്ക് വന്നു. ചേച്ചി, ഈ കുട്ടികളുമായി ഇവിടെ നിൽക്കരുത്, പള്ളിയിലേക്ക് പോരൂ. അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണീര് വരും എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ നാനാജാതി മതസ്ഥരും ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. നേരം പുലർന്നു. ഞങ്ങൾ ജനൽപ്പാളിക്കുള്ളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടിന്റെ മേൽക്കൂര മാത്രമേ അവശേഷിച്ച് കാണുന്നുണ്ടായിരുന്നുള്ളൂ. ആ പള്ളിയിലെ ഊക്കിൽ ഒരു സാരി കെട്ടി കുഞ്ഞിനെ അതിൽ ആട്ടിയുറക്കി ഞാൻ. അപ്പോൾ എനിക്ക് പഴയകാല ഓർമ്മ വരികയാണ്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരാൾ വീട്ടിൽ വന്നു. പേര് മൊയ്തീൻ. എന്നിട്ട് അയാൾ എന്നോട് ഒരു കഷ്ണം കടലാസ് നീട്ടി, ഇതിലൊന്ന് ഒപ്പിട്ട് തരുമോ എന്ന് ചോദിച്ചു. ഇത് എന്താണ് എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയപ്പോഴേക്കും എൻ്റെ മകൻ അത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ, ഇതിൽ ഒപ്പിടരുത്, അയാൾക്ക് ഭ്രാന്താണ്. അത് പറഞ്ഞപ്പോൾ ആ സ്ത്രീയോട് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. എന്നിട്ട് ഞാൻ ആ കുറിപ്പൊന്ന് വാങ്ങി വായിച്ചു നോക്കി. അത് കളക്ടർക്കുള്ള എഴുത്തായിരുന്നു. സാർ, ഞങ്ങളുടെ അടുത്ത് നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം മുസ്ലിം പള്ളിയാണെന്ന് അറിഞ്ഞു. ആ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ അവിടെ ഉപയോഗിക്കുന്ന ബാങ്കിന്റെ ധ്വനി ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് സാരമായി ബാധിക്കും എന്നതിനാൽ നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ആ കടലാസ് വായിച്ചു അവിടെ കീറിയിട്ടു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കഴിക്കുവാൻ എന്തെങ്കിലും വേണോ എന്ന്. അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ശരിക്കും അനുഭവിക്കും എന്ന്. യഥാർത്ഥത്തിൽ ആ വാക്ക് വളരെ കൃത്യമായിരുന്നു. ആ പള്ളിയിൽ എന്തുതന്നെ പരിപാടികൾ നടന്നാലും എൻ്റെ മക്കൾക്ക് അതിൽ ഒരു ഓഹരി എത്താതെ ഒരു ദിവസവും ഉണ്ടായിട്ടില്ല. അത് ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. ഇന്നിതാ ആ ബാങ്കിന്റെ ധ്വനി മുഴങ്ങുന്ന സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കുവാനുള്ള ശബ്ദം ഉയർന്നു വരുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവകഥയാണ്. ഹരിയെ എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ പഴയ ഹരിയല്ല. ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം തെറ്റിദ്ധാരണകളാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട് എന്ന് കേട്ട് അത് ഒരിക്കലും വിശ്വസിച്ചു പോവരുത്. സത്യം അന്വേഷിച്ച് അതിന്റെ കൃത്യത മനസ്സിലാക്കണം. തവളപ്പാറ മരിച്ചു പോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ച്. ഈ അടുത്തിടെ മരിച്ച വയനാട് കുന്നമ്പറ്റയിൽ മരിച്ച സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് പള്ളിയിൽ. പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തത് ചേരമാൻ പള്ളിയിൽ. മഹാപ്രളയകാലത്ത് ആളുകൾ ഉറങ്ങിയത് പള്ളികളിലും ചർച്ചുകളിലും അമ്പലങ്ങളിലും സ്കൂളുകളിലും മദ്രസകളിലുമാണ്. ഇങ്ങനെ പള്ളികൾക്കും അമ്പലങ്ങൾക്കും ചർച്ചുകൾക്കും എല്ലാം ഒരുപാട് കഥകൾ പറയുവാനുണ്ടാകും. നാം ഒരു അപകടത്തിൽപ്പെട്ടാൽ സഹായിക്കുന്നവർ ആരായാലും നമ്മുടെ അവസാന സമയത്ത് നമുക്ക് ദാഹത്തിന്റെ ഒരു തെളിനീർ തരുന്നത് ആരാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ ആവില്ല. ഒരു തരം വർഗീയതക്കും നമ്മുടെ നാട്ടിൽ ഒരു വിലയും പ്രസക്തിയും ഇല്ല.
ഇതായിരുന്നു ആ സ്ത്രീയുടെ കുറിപ്പിൽ ഉണ്ടായിരുന്ന വാക്കുകൾ. ജാതിയും മതവും പറഞ്ഞ് വർഗീയതകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യർ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ നാനാ മതക്കാർക്കും അവരുടെ വിശ്വാസം വെച്ച് ജീവിക്കുവാൻ ഭരണഘടന അനുവദിക്കുന്ന കാലത്തോളം കാലം എല്ലാ മതക്കാരും അവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് തന്നെ പോവും. അതിൽ മറ്റുള്ളവർ ഒരിക്കലും വർഗീയത കാണേണ്ടതില്ല. ഇത്തരത്തിൽ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചത് ആ പള്ളിയിലെ ബാങ്കിന്റെ ധ്വനി മുഴങ്ങുന്ന ആ സ്ഥലത്തിലൂടെയാണെന്ന് ആ സ്ത്രീ സന്തോഷത്തോടെ നമ്മളോട് അറിയിക്കുമ്പോൾ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുകയും മറ്റു മതസ്ഥരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും പഠിക്കുക എന്നുള്ളതാണ് നാം ഇതിൽ നിന്നും പഠിക്കേണ്ടത്. അല്ലാതെ പഴിചാരുന്ന മറ്റ് പാഴ്വാക്കുകൾ പറയാതെ എല്ലാവരെയും ചേർത്തു പിടിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഏത് മതത്തിനായാലും ഏത് ജാതിക്കായാലും ഇവിടെ ജീവിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവിടെ മരണപ്പെട്ടവരിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ, അവരുടെയെല്ലാം കബറടക്ക ചടങ്ങുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നു. അവിടെ ഹിന്ദുവെന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യൻ എന്നോ എന്ന് യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാവർക്കും അടുത്തടുത്ത് കബറിടങ്ങൾ ഒരുക്കി. നാനാ മതക്കാർക്കും സർവ്വ പ്രാർത്ഥനകളും അവിടെ നടന്നു. പള്ളിയിലെ അച്ഛൻ വന്നു, അവരുടെ പ്രാർത്ഥനകൾ അവർ നടത്തി. അമ്പലങ്ങളിൽ നിന്നും പൂജാരികൾ വന്നു, അവരുടെ പ്രാർത്ഥനകളും അവർ നടത്തുന്നു. പള്ളികളിൽ നിന്നും ഉസ്താദുമാർ വന്നു, മയ്യത്ത് നമസ്കാരവും പ്രാർത്ഥനകളും നടത്തുന്നു. ഇതെല്ലാം നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമേ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വസ്തുതയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലകളിൽ അവിടെ മരണമടഞ്ഞവർ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, അവർ ആരെന്ന് പോലും തിരിച്ചറിയുന്നില്ല. ഇന്ന് ആ വയനാടിന്റെ ഭൂമിയിൽ അവർ അന്തിയുറങ്ങുകയാണ്. ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ എന്ന് പോലും അറിയാതെ അവരെല്ലാവരും ഇന്ന് ആ മണ്ണിൽ അന്തിയുറങ്ങുകയാണ്. അവരുടെ പേരുകളില്ല, നാമങ്ങളില്ല, വെറും സർവേ കല്ലുകൾ പോലെ സ്ഥാപിച്ച അവരുടെ നാമങ്ങൾ മാത്രമാണ് ബാക്കി. ഇത്തരത്തിൽ വലിയൊരു ദുരന്തം നടന്നു കഴിഞ്ഞ ശേഷം അവിടെയുള്ള ശരീരഭാഗങ്ങളെല്ലാം ഒരു പുഴയിലേക്ക് ഒഴുകിപ്പോയപ്പോൾ ആ പുഴയിൽ നിന്നും ലഭിച്ചത് കൈയും കാലും തലയും വേർപെട്ട ശരീരഭാഗങ്ങളായിരുന്നു. അതിൽ മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും കൈ ഏതാണ് തല ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ ആരും ശ്രമിച്ചിട്ടില്ല. എല്ലാം മനുഷ്യരായിട്ടേ അവിടെ കണക്കാക്കിയിട്ടുള്ളൂ. ഇത്തരം അപകട സാഹചര്യങ്ങൾ വരുമ്പോഴെങ്കിലും നമ്മൾ വർഗീയത മറന്ന് മനുഷ്യരെ ചേർത്തു പിടിക്കുവാനായി പഠിക്കണം. ആ അമുസ്ലിം സ്ത്രീയുടെ വാക്കുകൾ നമുക്കെല്ലാം ഒരു പാഠം ഉൾക്കൊള്ളാൻ ഉള്ളതാണ്. ഇവിടുത്തെ മുസ്ലിം പള്ളികളിലാണ് പോസ്റ്റ്മോർട്ടങ്ങളും മറ്റും നടന്നിരുന്നത്. അതുമാത്രവുമല്ല, താൽക്കാലിക ആശുപത്രികൾ ഒരുക്കുവാനും പള്ളികളും മദ്രസകളുമാണ് വിട്ടുകൊടുത്തത് എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന്റെ ഫേസ്ബുക്ക് പേജുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതുമാണ്. അതെ, ഇത്തരം അപകടങ്ങൾ വരുമ്പോൾ പള്ളിയായാലും ചർച്ചായാലും അത് അമ്പലമായാലും എല്ലാം വിട്ടു നൽകാറുണ്ട്. നമ്മുടെ നാടിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഐക്യവും ഈ ഒരുമിച്ചുള്ള മുന്നേറ്റവും നമ്മളുടെ ഇടയിൽ എന്നും നിലനിർത്തി തരട്ടെ. ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.